ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ ഇതേ പൂർണിമാമ അവിടെ ആകെ മൂടോപ്പായിട്ട് ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഋതുവും അതുപോലെ തന്നെ സ്വാതിയും അച്ചുവും ഒക്കെ കൂടെ വരികയാണ്. അമ്മേ, നമുക്ക് പോവാം. അമ്മ എന്താ റെഡിയാകാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ വരണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അതെന്താമ്മേ, നമ്മുടെ അച്ചുവിന്റെ എന്താ പറയാ, അച്ചു ചേച്ചിയുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനല്ലേ പോണത്. അത് തന്നെയാ എന്റെ പ്രശ്നം മോളെ. അത് മാത്രമല്ലമ്മേ, നമ്മുടെ കടയിലേക്കല്ലേ പോണത്. അതാ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പൂർണിമ ഇങ്ങനെ പറയാണ്. പണ്ട് മാധവേട്ടൻ ഉണ്ടായിരുന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ആ കടയിലേക്ക് ചെല്ലാൻ എന്ത് ഉത്സാഹമായിരുന്നു എന്നറിയാവോ. പക്ഷെ അദ്ദേഹം ഇല്ലാത്ത ആ കടയിലേക്ക് ചെല്ലുമ്പോ എനിക്ക് എന്തോ ഉള്ളിലൊരു വല്ലാത്ത നീറ്റല. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി. ഇത് അമ്മയുടെ കുഴപ്പം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ വിഷമിക്കും. അപ്പൊ സേതു അങ്ങോട്ടേക്ക് വന്നു. എന്ത് പറ്റി എന്ന് ചോദിച്ചു. സേതു ഉണ്ടല്ലോ, നിങ്ങള് സേതുവിനെയും കൂട്ടി പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ, എവിടെയാ പൂർണിമാമേ? ഇവര് അച്ഛന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ, സേതു കൂടി ചെയ്യില്ല എന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ പൂർണിമാമേ, ഞാനേ പല്ലവിയോടൊപ്പം ഒരു പുറത്തൊന്ന് പോണായിരുന്നു DTP എടുക്കാനായിട്ട്. പ്രതാപനും നിഖിലും ഒക്കെ വരുന്നുണ്ട്. സേതു ഉണ്ടാവുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒന്നും പറ്റില്ല. പൂർണിമാമയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പോവാം എന്ന് പറഞ്ഞു സേതു. ഞങ്ങൾ പോവാമേ, വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞ ഋതു. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതെ, ഇവളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനല്ലേ കൂടെ വരാനായിട്ടല്ലേ. അതിനിപ്പോ എന്താ, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് മേട്ടം കൂടെ വരുന്ന സന്തോഷം എന്ന് അച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റിയല്ലോ. അപ്പൊ ഋതികയുടെയും സ്വാതിയുടെയും മുഖം ഒന്ന് കയറ്റി വെച്ചു വിട്ടോ രണ്ടുപേരും. ഈ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് പറഞ്ഞത്. എന്നാ പിന്നെ പല്ലവിയും കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പോകുന്ന വഴിക്ക് DTP എടുക്കാം. അപ്പൊ അത് ശരിയാ എന്ന് പറഞ്ഞു പൂർണിമാമ. അത് മോളോട് ചെല്ലാം. എന്താ, ഞങ്ങളെ അച്ചുവിന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവാം പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക്. പിന്നെ പൂർണിമാമ വരുന്നില്ല, പല്ലവിയും കൂടി പോരെ എന്ന് പറഞ്ഞു. പല്ലവിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്കൊരു ബലമായേനെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ, അല്ല ഞാൻ വേണോ സേതു ഏട്ടാ? വേണം, താനും കൂടി വേണം. ചെല്ലുമോളെ, നല്ലൊരു കാര്യത്തിന് വെറുതെ എന്തിനാ എതിര് പറയണത് എന്ന് ചോദിച്ചു. ശരി അമ്മേ എന്ന് പറഞ്ഞു. അവസാനം സ്വാതിയും ഋതുവും കൂടെ ചവിട്ടിത്തുള്ളി അവരാദ്യം അങ്ങ് പോവാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും, അതെ അമ്മേ, അത് വേണോ? പിന്നെ സ്വാതിക്കും ഋതുവിനും ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും നോക്കണ്ട. ഞാനാ പറഞ്ഞു വിടുന്നത്, എന്നെ അനുസരിച്ചാ മതി. ശരി എന്ന് പറഞ്ഞ ഇവര് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. സേതു, സമയം കളയണ്ട, നീ ചെല്ലാൻ നോക്ക്. ശരി അമ്മേ. എല്ലാവരും പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ പ്രതാപനും അതുപോലെ തന്നെ പപ്പിയും പിന്നെ നിഖിലും വന്നിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ നിൽക്കണം. ഇതാ എത്തി കേട്ടോ എന്ന് പറഞ്ഞു. പല്ലവി മോളും ഉണ്ടല്ലോ, അത് പിന്നെ ഇല്ലാതിരിക്കുവോ? ചങ്കല്ലേ? കുറുപ്പമാവൻ ചോദിച്ചു കേട്ടോ. അപ്പൊ കുറുപ്പമാവൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന സാധനമല്ലേ ഇത് എന്നിങ്ങനെ പറഞ്ഞു. എവിടെ വരണം വരണ്ട എന്നൊന്നും ഇവിടെ ഒരാൾക്കറിയില്ല. വലിഞ്ഞു കയറാൻ പറ്റിയ ഒരു അവസരം കിട്ടിയാൽ അത് അങ്ങോട്ടേക്ക് നന്നായിട്ട് ഉപയോഗിക്കും. ഋതു എന്ന് വിളിച്ചു അച്ചു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ല ചേച്ചി? എന്ത് ചേച്ചി എന്നത്തിന് എന്നെ തടയുന്നത്? 100% ശരിയാ എന്ന് പറഞ്ഞ സ്വാതി. സ്റ്റാഫ് ആരെങ്കിലും ചോദിച്ചാൽ എന്തെന്ന് പറയും? ഏട്ടന്റെ ഭാര്യയോ? അതോ നാഴികയ്ക്ക് 40 വട്ടം മാധവ മേനോൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അച്ഛന്റെ സൽപ്പേരിന് നാണക്കേടുണ്ടാക്കുന്നൊന്നും ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ സ്വാതിയുടെ വക ഉപദേശം. അപ്പം വന്നപ്പോ തന്നെ ആകെ കല്ലുകടിയാട്ടോ. നമ്മളൊരാവശ്യത്തിന് വേണ്ടി വന്നല്ലേ, ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന അത്ര ശരിയല്ല. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. തെറ്റ് ചൂണ്ടിക്കാണിച്ച ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. അച്ഛന്റെ ആ ഒരു വിൽപത്രം കാരണമാണല്ലോ ഞങ്ങൾക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്. എന്ത് ചെയ്യാനാ എന്നുണ്ടെ ഋതിക ഇങ്ങനെ പറയണം. അപ്പൊ മിണ്ടാതെ കുറെ നേരം നിന്നു. അപ്പൊ അപമാനിക്കാണ് കേട്ടോ. അപ്പൊ നിഖിലിങ്ങനെ നോക്കുന്നുണ്ട്. മോളെ വാ, നമുക്ക് എന്താണേലും അപ്പൊ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ് പ്രതാപൻ. പ്രതാപൻ മാറ്റി നിർത്തിയിട്ട്, എടി എന്തിനടി നീ അവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മയുടെ കൽപ്പനയല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അമ്മയ്ക്കിപ്പൊ ഞങ്ങളെക്കാൾ വിശ്വാസം അയാളെയാ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വേണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവനെ കണ്ടാൽ തന്നെ അപ്പം മേലാകെ സകലം പെരുപ്പ് കയറും. മറ്റവളുടെ മുഖം കാണുന്ന പോലും അലർജിയാ എന്ന് പറഞ്ഞു. അല്ല, എന്തായാലും വന്നതല്ലേ, ഡ്രസ്സ് എടുത്തേക്കാം, നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അവര് പോവാണ് കേട്ടോ. ശരി, എന്നാ വാ, നമുക്ക് ഡ്രസ്സ് എടുക്കാം, നോക്കാം എന്ന് പറഞ്ഞു. ആദ്യം സാരി എടുക്കാം എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ.
അപ്പൊ പല്ലവിയും സേതുവും അവിടെ നിന്ന് കുറച്ചു നേരം. അപ്പൊ പല്ലവിക്ക് ആകെ വിഷമായി എന്ന് മനസ്സിലായി സേതുവിന്. അതെ, റിതു പറഞ്ഞൊന്നും താൻ കാര്യമാക്കണ്ട, അന്ന് വലിയ വിഷമിക്കുകയും വേണ്ട. താൻ എന്റെ കൂടെ അല്ലേ വന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സേതുവേട്ടാ നിങ്ങൾ പോയി എടുത്താ മതിന്ന്. എന്നിട്ട് സേതുവേട്ടൻ കേട്ടില്ല. എനിക്കറിയാമായിരുന്നു ഋതുവിനും സ്വാതിക്കും അത് ഇഷ്ടമാവില്ല എന്ന്. അതുകൊണ്ടാ എനിക്ക് താൻ കൂടെ ഉണ്ടാവുന്നതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. എന്താ പല്ലവി, താൻ തൽക്കാലം എന്റെ ഇഷ്ടം മാത്രം താൻ നോക്കിയാൽ മതി, മറ്റാരുടെ നോക്കണ്ട. ആ ഒറ്റ കാരണം കൊണ്ടാ ഞാൻ തിരിച്ചു പോകാത്തത്. സേതുവേട്ടനെ വിഷമിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, അതാ മാത്രം ആ കാര്യം. ശരി എന്നാ വാ നമുക്ക് സാരി നോക്കാം എന്ന് പറഞ്ഞ ഇവരെല്ലാം കൂട്ടി വന്നു. ഞാൻ ഇവിടെ നിന്നോളാം. അത് പറ്റില്ല, എന്റെ കൂടെ തന്നെ താൻ കാരണം എപ്പോഴും, മനസ്സിലായോ? വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പല്ലവിയെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. സാരി ഇങ്ങനെ നോക്കുകയാണ്. അതെ, കാശ് ഒന്നോ നീ നോക്കണ്ട, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി തന്നെ എടുക്കാം എന്നോടെ ഋതു പറഞ്ഞു. ഏറ്റവും കൂടിയത് തന്നെ ആയിക്കോട്ടെ അല്ലേ നിഖിലേ? ആ അതെ എന്ന് പറഞ്ഞു. അതെ, നിഖിലിന് നല്ല ഡ്രസ് സെൻസാ, നിനക്ക് കൊടുക്കാനുള്ള സാരി അവൻ സെലക്ട് ചെയ്ത് തരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അച്ചു, അത് വേണ്ട, എനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അച്ചു. ഓ, സെൽഫ് റെസ്പെക്ട്. അപ്പൊ നാണം കെട്ടിടത്തുനിന്ന് പപ്പി കിടന്ന് ഉള്ളുവാണ് ഇങ്ങനെ. ഈ സമയത്താണ് പല്ലവിയും അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ വന്നു നിന്നു. അപ്പൊ സേതുട്ടാ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ അച്ചു ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ഇങ്ങനെ നോക്കി നിന്നിട്ട് പല്ലവി ഒരു സാരി കാണിച്ചു കൊടുത്തു. ദേ, ഇതിനേക്കാൾ നല്ലത് ദേ ആ സാരിയാ, ആ സാരി അവതേക്ക് നന്നായി ചേരും എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ വേഗം അതെടുത്തപ്പോഴത്തേനും നമ്മുടെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾക്കും. നല്ല ചേർച്ചയൊക്കെ ഉണ്ട്, നല്ലൊരു കളറ്. അപ്പം ഇത് നല്ലതാ എന്നുടനെ അച്ചുവും പറഞ്ഞു. ശരിയാ, ഇത് മതിയായിരുന്നു, ഇത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവക്കിട്ട് പണി കൊടുക്കണമല്ലോ. ഇതാണോ സാരി? ഇതെന്താണെന്നറിയോ? ചില ഗവൺമെന്റ് സ്കൂൾ വാദ്യമാര് അവരുടെ മക്കളുടെ കല്യാണത്തിന് എടുത്തു കൊടുക്കുന്ന സാരി പോലുണ്ട് എന്നുടനെ പപ്പയുടെ വക കമന്റ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, പഠിച്ചതല്ലേ അമ്മായി, പാടാൻ പറ്റുള്ളൂ, അതല്ലേ അതിന്റെ ഒരു നിയമം എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ പല്ലവിക്ക് ഇട്ടിട്ട് താങ്ങിയതാണ് കേട്ടോ. പല്ലവിക്ക് വന്നപ്പോ നല്ലതാ. അതെ, ഇത് ഞാൻ ഉറപ്പിച്ചു, ഇനി ആരും എനിക്ക് വേണ്ടിയിട്ട് സാരി നോക്കി ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് പറഞ്ഞു അച്ചു. കട്ടായോ അങ്ങ് പറഞ്ഞു. അപ്പൊ സേതു അവിടെ നിന്നിട്ട് ഇനി നമുക്കൊരു സാരി നോക്കാം എന്നുള്ള മട്ടിൽ പല്ലവിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ ആർക്കാ ഇനി സാരി എന്ന് ചോദിച്ചു. തനിക്ക്. ഇനി ഞാനൊരു സാരി സെലക്ട് ചെയ്യട്ടെ? പിന്നെ തനിക്ക് തന്നെ. അയ്യോ, എനിക്ക് സാരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പറ്റില്ല, എന്റെ അനിയത്തിയുടെ എന്റെ പെങ്ങളുടെ കല്യാണമാ വരണത്, പല്ലവി മണ്ഡപത്തിലേക്ക് വരണത്. ഞാൻ എടുത്തു തന്ന സാരി ഉടുത്തിട്ടായിരിക്കണം. അത് ഏത് വകുപ്പിലാ, എന്ത് അടിസ്ഥാനത്തിലാ എന്നൊന്നും ചോദിക്കരുത്, അതെന്റെ ഒരു അവകാശമാ. അപ്പം ഞാനില്ല എടുത്തു തരും, അത്ര തന്നെ, ഉടുത്തു തരും, ഉടുത്തോണം എന്ന് പറഞ്ഞു. എന്താ, സമ്മതിച്ചോ? അപ്പൊ സേതു അവസാനം ഒരു സാരി അങ്ങോട്ട് എടുത്തു കേട്ടോ. ആ സാരി ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വെച്ച് പല്ലവി നോക്കി, എങ്ങനെ, ഇഷ്ടപ്പെട്ടോ എനിക്ക് എന്ന് ചോദിച്ചു. നന്നായിട്ടുണ്ട്, സേതുവിന്റെ സെലക്ഷൻ അല്ലേ, സേതുവിന് ഏതെടുത്ത് തന്നാലും എനിക്കിഷ്ടാ. ഓരോരുത്തരുടെ ഓരോ യോഗവേ. പണ്ട് 1000 രൂപ പോലും വിലയില്ലാത്ത സാരി എടുത്തോണ്ടിരുന്ന ആളുകളാ ഇപ്പതേ വില കൂടിയ സാരികളുടെ പകിട്ട് നോക്കുന്നത്. കഷ്ടം തന്നെ എന്നുള്ള മട്ടില് ഋതിക ഇങ്ങനെ പറഞ്ഞു. ഭാഗ്യം വേണം. അപ്പൊ പല്ലവി ഈ സാരി എടുത്ത് താഴെ വെച്ചു. പിച്ചക്കാർക്കും ഉണ്ടല്ലോ അവരുടേതായ ഒരു ദിവസം. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. വളരെ മോശമായിട്ടാണ് ഋതികയുടെ പെരുമാറ്റം കേട്ടോ. പല്ലവി ഇത് താഴെ വെച്ചു. എന്നിട്ട് ഞാൻ അപ്പുറത്തുണ്ടാവും എന്ന് സേതുവിനോട് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ പുറകിന് തന്നെ സേതുവും പോവാണ്. എനിക്ക് അവര് പട്ടിയെ പോലെ അയാൾ പുറകെ പോന്ന കണ്ടില്ലേ? ഇപ്പൊ അടിമയാ, അടിമ, അവളുടെ അടിമ. എന്റെ ഏട്ടനെ ആരുടെ അടിമയൊന്നും അല്ല, ആവുകയില്ല എന്ന് ഉടനെ അച്ചു അങ്ങ് പറഞ്ഞു. പിന്നെ പല്ലവി ചേച്ചിയോട് നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഋതു, ഒരു സാരി എടുത്തെന്ന് പറഞ്ഞ ആകാശം ഇടിഞ്ഞു വീഴുവോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ചുവിന് ദേഷ്യം വന്നു. വന്നിക്കണ്ട, പക്ഷെ നിന്ദിക്കരുത്, അത് സംസ്കാരമുള്ളവർ ചെയ്യില്ല. മാധവന്റെ മേനോന്റെ മക്കള് ഒട്ടും ചെയ്യില്ല, അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ എന്ന് അച്ഛന് കലി വന്നിട്ട് ഋതികയോട് അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ സേതുവിനടുത്ത് പോയി അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് നമ്മുടെ പല്ലവി. പല്ലവിക്ക് ആകെ വിഷമായിട്ടോ, ശരിക്കും സങ്കടമായി എന്നുള്ളതാ സത്യം. താൻ എന്തിനാണോ വെച്ചത്? അതെ, ഞാനേ ഈ സ്ഥാപനം ആയതുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാനൊരു മറുപടി കൊടുത്തേനെ. പിന്നെ ഇത് അവര് കുട്ടികളല്ലേ, അങ്ങനൊന്നും ചെയ്യല്ലേ. പിന്നെ ഋതു പറഞ്ഞതൊന്നും സത്യമല്ലാതെ ഇല്ലല്ലോ. ഞാൻ 1000 രൂപയിൽ കൂടുതലുള്ള സാരി ഒന്നും കൊടുത്തിട്ടില്ല. അച്ഛന്റെ ചെറിയ വരുമാനം അതിലൊതുങ്ങിയാ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ന് വെച്ച് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അഭിമാനവും ആർക്ക് പണയം വെച്ചിട്ടില്ല സേതുവേട്ടാ.
ബാക്കി ആർഭാടങ്ങളൊന്നും ഈ പല്ലവിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതൊക്കെ പണ്ട്. ഇപ്പൊ അവസ്ഥകളൊക്കെ മാറിയില്ലേ? കോളേജ് ലെക്ചറിലല്ലേ? പിന്നെ സേതുവിന്റെ എന്ന് പറഞ്ഞു. സേതുവേട്ടന്റെ വേണ്ട, അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പൊ പല്ലവി, ഞാൻ ആ സാരി എടുക്കും, താൻ അത് വാങ്ങണം, താൻ അത് ഉടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിക്ക് ഒരു സാരി സെലക്ട് ചെയ്യണത്. എനിക്കിതൊരു പുതിയൊരു അനുഭവം കേട്ടോ സേതുവേട്ടാ. സേതുവേട്ടനെ പോളുടെ ഒരാളുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങാന്നൊക്കെ പറയുമ്പോ അത് ശരിയാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. സാരി എന്നൊക്കെ പറഞ്ഞാല് പുടവ എന്നുകൂടെ അർത്ഥമില്ലേ എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെയുള്ളപ്പോ വാങ്ങാമോ? വാങ്ങാം. എനിക്കറിയില്ല സേതുവേട്ടാ, എന്റെ കയ്യിൽ നിന്നല്ലേ, ധൈര്യമായിട്ട് വാങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും വാങ്ങണം. എന്നിട്ട് താൻ ആ സാരി ഒന്ന് ഉടുത്ത് കാണണം എനിക്ക്, ഞാൻ അത് വാങ്ങിത്തരും. വാങ്ങില്ലേ? സമ്മതിച്ചു, വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി സേതുവിന്. അത് മതി എനിക്ക്. അപ്പൊ അച്ചു കുറെ സാരി എടുത്തങ്ങ് വന്നു. ചേച്ചി, ദേ ഈ സാരി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നന്നായിട്ടുണ്ട് അച്ചു എന്ന് പറഞ്ഞു. ഇത് അച്ചുവിന് നന്നായി ചേരും എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ സേതു പറയാണ്, അതെ, ഞാൻ സെലക്ട് ചെയ്ത സാരി എടുത്തേക്കല്ലേ കേട്ടോ, അത് പല്ലവിക്ക് തന്നെയാണേ. മനസ്സിലായി. ഓ, ഉത്തരവേ, ആയിക്കോട്ടെ. എന്നിട്ട് രണ്ടുപേരുടെയും ഒരു കുഞ്ഞു പ്രണയം. അപ്പൊ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒന്ന് നാണിച്ച് അങ്ങനെ നിൽക്കുകയാണ് രണ്ടാളും കേട്ടോ. അപ്പൊ അച്ചു ഇങ്ങനെ നോക്കുകയാണ് രണ്ടാളെയും. കൊള്ളാം എന്നുള്ള മട്ടില് കാണുന്നത് നമ്മുടെ ഋതികനെയാണ്. ഋതിക മാനേജറിനെ വിളിച്ചു. ബില്ല് റെഡിയാക്കിയോ എന്ന് ചോദിച്ചു. എന്തിനാ മേഡം ഉദ്ദേശിച്ചത്? ഏതിന്റെയാണെന്നോ? ഇപ്പൊ ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ എന്ന് പറഞ്ഞു. അയ്യോ, അത് പിന്നെ മേഡം കുറുപ്പ് സാറ് പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞു. കുറുപ്പ് സാറോ? അല്ല, അത് പ്രശ്നാവില്ലേ? അത് ശരി, അത് പ്രശ്നാവൂലേ? അതിപ്പോ എങ്ങനെ പരിഹരിക്കുക? അതിനൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? നാളെ മുതൽ, അതായത് ഈ ബില്ല് താനെ ഇട്ടില്ല എങ്കിൽ നാളെ മുതൽ താൻ അക്കൗണ്ട് സെക്ഷനിൽ ഉണ്ടാവില്ല. പുതിയൊരു കഴിവുള്ള ഒരാളായിരിക്കും ഇനി അക്കൗണ്ട് സെക്ഷനിലേക്ക് വരാൻ പോകുന്നത്. ഇതിനർത്ഥം ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? അതുകൊണ്ട് താൻ എന്ത് ചെയ്യണം വേണ്ട എന്നൊക്കെ താൻ തന്നെ അങ്ങ് തീരുമാനിച്ചോ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഡിസ്മിസ് എഴുതി കളയും എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പൊ ഇവരെല്ലാവരോടും അവിടെ നിൽക്കുകയാണ്. എല്ലാവരും നിന്ന സമയത്ത് ചായ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഒരു ഗ്ലാസ് മിച്ചം, ഇതാർക്കാ എന്നിങ്ങനെ ഋതു ചോദിച്ചപ്പോഴത്തേനും, ദാണ്ട ആ മേഡത്തിനാ. ആ മേഡോ? അതാണ് മേഡം, അത് ഞങ്ങളുടെ കൂടെ വന്നതൊന്നും അല്ല എന്ന് പറഞ്ഞു പല്ലവി അപ്പുറത്ത് മാറി നിൽക്കുകയാണ് ഇവരുടെ കൂടെ കൂടാതെ. അപ്പൊ വേഗം തന്നെ ഇത് സംസാരിച്ച് കണ്ടപ്പോഴത്തേനും സേതുവിന് ആകെ ദേഷ്യം വന്ന് ഒന്നാമത് നിൽക്കുകയാണെങ്കിൽ സേതു കുറുപ്പമാവനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു, ചായ കുടിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഈ ഋതുവിന്റെ ഈ വർത്തമാനം കേൾക്കുന്നത്. അതെ, ഞങ്ങളുടെ കൂടെ വന്നതല്ല, പക്ഷെ നിങ്ങളുടെ കൂടെയല്ലേ വന്നത്. ഞങ്ങളുടെ കൂടെ വന്നെന്ന് ഓർത്ത് താൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി ഞങ്ങളുടെ കൂടെ കൂടാനുള്ള എന്തെങ്കിലും യോഗ്യത അവരുടെ മുഖത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് മാത്രമല്ല, പിന്നെ ഈ തറവാട്ടില് നമ്മുടെയൊക്കെ വീടുകളില് എന്താ പറയുക, പ്രളയത്തിലും അതുപോലെ തന്നെ അഗതികളായിട്ട് വരുന്ന കുറെ ആൾക്കാരില്ലേ, അങ്ങനെ വന്ന് താമസിക്കുന്നവരാ ഇവര്. പിന്നെ അവരുമായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ ഇവളുമാര് ഇങ്ങനെ പറഞ്ഞ് സ്വാതിയൊക്കെ വളരെ അപമാനിക്കാണ് പല്ലവീനെ കേട്ടോ. അപ്പൊ അവർക്കൊന്നും ചായ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, പൊന്നുമടത്തിലെ ജോലിക്കാരിക്ക് പോലും ഉണ്ട് ഇതിലും ഒരു അന്തസ് എന്നുള്ള മട്ടിൽ ഇവരെല്ലാവരും പുച്ഛിച്ച് സംസാരിച്ചു കേട്ടോ പല്ലവി ഒന്നും മിണ്ടിയില്ല, അപ്പുറത്ത് മാറി നിൽക്കുകയാണ് ആള്. അപ്പൊ സേതു ഒന്നും നോക്കിയില്ല. സേതു കയ്യിലിരുന്ന ചായ കൊണ്ടുവന്ന് നമ്മുടെ പല്ലവിക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ പല്ലവി അത് വേണ്ട എന്ന് പറഞ്ഞു. സേതു, ഞാൻ ഈ അസമയത്ത് ചായ കുടിക്കുന്ന പരിപാടിയില്ല, അതുകൊണ്ടാ താൻ ഇത് കുടിക്കുക. അപ്പൊ നിർബന്ധിച്ച് പല്ലവിയെ കുടിപ്പിച്ചു. ഇത് കണ്ടപ്പോഴത്തേനും അട്ടി കിട്ടിയ പോലെ ആയി പോയി ഋതികയ്ക്ക്. അപ്പൊ ശരിക്കും എന്നിട്ട് പല്ലവി ചായ കുടിച്ച് അവര് സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് ഓടിപ്പടച്ചു വരുന്നത്. ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്താങ്ങളെ? പിന്നെ വലിയൊരു ഹൈടെക് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അവർക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒന്നും പോരാ എന്ന് പറഞ്ഞ് അവരിത് ഒച്ചയിട്ട് പോവാൻ തുടങ്ങുക. നല്ല കച്ചവടം കിട്ടുന്ന കേസാ, മോള് വന്നൊന്ന് ഡീൽ ചെയ്തേ എന്ന് പറഞ്ഞ് ഋതികയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഈ പുറകിന് തന്നെ സേതുവും പല്ലവിയും കൂടെ ചെന്നു എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരവിടെ ചെന്നു. ഹലോ മേഡം, ഞാനാണ് ഈ ടെക്സ്റ്റൈൽസിന്റെ ഓണർ. എന്താ മേഡം പ്രശ്നം? ഇവിടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കളക്ഷൻസും ഇല്ലല്ലോ എന്നിങ്ങനെ ഇവർ പറഞ്ഞപ്പോഴത്തേനും, അതല്ല മേഡം, ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കളക്ഷൻസും ഉണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ബാക്കി കടകൾ കിട്ടുന്നതിന് അതിന്റെ 4-1 പോലും കളക്ഷൻസ് ഇവിടെ ഇല്ല എന്ന് ആ സ്ത്രീ ഇങ്ങനെ പറയാണ്.
അപ്പൊ ഇതെന്ത് കടയാ ഇത് എന്നുള്ള മട്ടിൽ അപമാനിച്ച് സംസാരിച്ചു. നീ ആരടി ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? ഞങ്ങള് 10-15 കൊല്ലമായി ഈ കട നടത്താൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെയും ഞങ്ങളെ കുറിച്ച് ആരും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അവളൊരു പുത്തൻ വന്നിരിക്കുന്നു എന്നുള്ള മട്ടില് ഋതിക അവളോട് തട്ടിക്കേറുകയാണ്. അപ്പൊ പ്രതാപൻ വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഋതികയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ അവര് തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ കളക്ഷൻസ് മാത്രമല്ല, ഇവിടെ നല്ല പെരുമാറ്റവും ഇല്ല കസ്റ്റമേഴ്സിനോട്. അതെ, ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നല്ല കളർ സെൻസും നല്ല എന്താ പറയാ ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരെ വേണം ഈ ടെക്സ്റ്റൈൽസിൽ വെക്കാൻ. ഇല്ലെങ്കിലേ ഇത് അടച്ച് പൂട്ടിക്കെട്ടി പോവേണ്ടി വരും. പിന്നെ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതിലും നല്ല എത്രയോ മാന്യമായിട്ട് ടെക്സ്റ്റൈൽസുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഋതികയ്ക്ക് പറയാനുള്ളതെല്ലാം മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ അടി കിട്ടിയ പോലെ ആയിപ്പോയി. നോക്കുമ്പോഴത്തേനും പല്ലവിയും സേതു നിൽക്കുകയാണ്. അപ്പൊ പല്ലവിക്ക് ഒരു അവസരമായിരുന്നു. പല്ലവി നേരെ ചെന്നിട്ട് ഋതുവിനോട് പറഞ്ഞു, അതെ, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഓരോ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാനും അത് കൊണ്ടുവെക്കാനും വേണം നോക്കാൻ, ഇല്ലെങ്കിൽ കച്ചവടം പൂട്ടിക്കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഋതികയ്ക്ക് അട്ടി കിട്ടിയ പോലെ ആയിപ്പോയി ശരിക്കും. അതുകൊണ്ട് പിന്നെ എല്ലാവരെയും കുറ്റം പറയുന്നതിന് മുൻപ് ആദ്യം സ്വന്തമായിട്ട് തെറ്റുകൾ തിരുത്താനൂടെ മനസ്സ് വെക്കണം, അല്ലാതെ കസ്റ്റമേഴ്സിന്റെ മണ്ടേ കയറിയിട്ട് ഒരു കാര്യമില്ല എന്നൂടെ പല്ലവി പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും സേതുവിന് ഭയങ്കര സന്തോഷമായി. സേതു കൈ അടിച്ചു കൂട്ടോ, അടിപൊളി എന്നുള്ള മട്ടില്. ശരിക്കും നാണം കെട്ട് ചമ്മി പ്രതാപനും ഋതുവും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരെല്ലാവരും പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയാണ്. അപ്പൊ ബില്ല് കൊണ്ട് കൊടുത്തു. ഇതെന്താണോ ബില്ല്? തന്നോട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതല്ല മേഡോ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഋതിക വന്നിട്ട്, എന്താ ബില്ല് തരുന്നതിൽ തെറ്റ്? എന്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അതിന് പൈസ കൊടുത്തിട്ടേ വാങ്ങാറുള്ളൂ. എന്താണെങ്കിലും നമ്മൾ പൈസ കൊടുക്കേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അത് ശരിയാ ഉടനെ പ്രതാപൻ പറയാണ്, എന്താ പറയാ, അളിയൻ ഒരു ടൗല് വാങ്ങിയാൽ പോലും അതിന്റെ ബില്ല് പേ ചെയ്യാതെ ഇവിടുന്ന് വാങ്ങാറില്ലായിരുന്നു എന്ന് പ്രതാപനും പറഞ്ഞു കേട്ടോ. അത് മാത്രമല്ല, അച്ഛന്റെ കല്യാണമല്ലേ മോളെ എന്ന് കുറുപ്പമാവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും, അതെന്താ വേറെ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ അതിന് പൈസ കൊടുക്കണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇതിപ്പോ നമ്മുടെ ടെക്സ്റ്റൈൽസ് ആണെന്ന് കരുതി നമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങുന്നത് ശരിയല്ല അങ്കൾ. അങ്ങനെ ശീലിച്ചിട്ടില്ല ഈ മാധവ മേനോന്റെ മക്കള് എന്ന് ഉടനെ ഋതിക ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സേതു വന്നിട്ട് എത്ര രൂപയാ എന്നിങ്ങനെ ചോദിച്ചു. ബില്ല് 3 ലക്ഷം. കണ്ണു തള്ളിപ്പോയി ശരിക്കും ഇവരുടേത് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.